സീതയെയും ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചപ്പോ ഐക്യം ഉണ്ടായത്, സ്നേഹം ഉണ്ടായത് ആണോ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അല്ല, തമ്മ കൊന്ന് കൊരവിളി നടത്തി. എന്തിന്റെ പേരിൽ? നമ്മൾ പ്രതിഷ്ഠിച്ച ദൈവങ്ങളുടെ പേരിൽ. സത്യല്ലേ? സത്യല്ലേ? ഒറീസയിലെ യേശുക്രിസ്തുവിന്റെ പ്രതിമ നശിപ്പിക്കപ്പെട്ടു. അപ്പൊ എന്തുണ്ടായി? ഹൈന്ദവ സമൂഹത്തിലെ ഭീകരവാദികളും ക്രിസ്ത്യാനികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു, നിങ്ങൾ നോക്ക്, പത്രത്തിൽ എത്ര വാർത്ത നമ്മൾ എടുത്തു വെക്കാറുണ്ട്? ഏതെങ്കിലും ഒരു പത്രത്തിലെ വാർത്ത ഉണ്ടോ? മുഹമ്മദ് നബിയുടെ പ്രതിമ നശിപ്പിക്കപ്പെട്ടു, കോട്ടയത്ത് ക്രിസ്ത്യൻ മുസ്ലിം സംഘടന, അങ്ങനെ ഒരു വാർത്ത ഒന്നും വരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഉണ്ടെന്ന് ധൈര്യമായിട്ടില്ല എന്ന് പറയാം. ഒരൊറ്റ പാത്ര കട്ടിങ്ങും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇല്ല. ഇസ്ലാമിന്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. ഇസ്ലാമിന്റെ ഒരു വലിയ പ്രത്യേകത അതാണ്. ആ പ്രത്യേകത ഒരു പ്രത്യേകത തന്നെയാണ്. ഇസ്ലാം ആരാധിക്കുന്നത് ലോകത്തിന്റെ നാഥനെയാകുന്നു എന്നത് അല്ലേ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേഖ ആസീത് സദാധാര പൃഥ്വിയും ദ്യാമു ദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേ മാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ റിക്കിൽ പറയുന്നത് എന്താണ്? ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിൽ ഈ ലോകത്തെ മുഴുവനും ഇന്ദ്രൻ, വരുണൻ, ഇവരൊക്കെ പടച്ചോന്റെ സൃഷ്ടിയാണ്. ഋഗ്വേദം പറയാൻ ഇവരെല്ലാം അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. കെ പരമേശ്വരൻ പിള്ള, കെ പരമേശ്വരൻ പിള്ള, പി പരമേശ്വരനല്ല, കെ പരമേശ്വരൻ. ഹിന്ദു ധർമ്മ പരിചയം എന്നൊരു പുസ്തകമുണ്ട്, നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടും നിങ്ങൾക്ക്. ഹിന്ദു ധർമ്മ പരിചയം. ആ പുസ്തകത്തിന്റെ 21-ാം അധ്യായം, ഒന്നോ പലതോ എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ആ ചാപ്റ്ററിന്റെ പേരെന്താണ്? 21-ാം അധ്യായം ഒന്നോ പലതോ, 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരി. അതിലെന്താ ഉള്ളത് അറിയങ്ങള്? കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഒരു ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവി ദേവന്മാർക്ക് സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുക്കണോ? ബാലേന്ദ്ര, സുരേന്ദ്ര, ദേവദാസെ, കെ പരമേശ്വരൻ പിള്ള എന്ന ഹിന്ദു പണ്ഡിതൻ ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ എന്താ പറഞ്ഞേ? ഒരു ദേവിക്കും സ്വന്തമായിട്ട് കഴിവില്ല. ഇപ്പൊ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം പറയുന്നത് എന്താ? മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് കഴിവില്ല, അല്ല കൊടുത്ത കഴിവെന്നാ ചോദിക്കണത്. അതെന്നെ ബാലേന്ദ്രനും പറയണേ, അതെന്നെ അബൂജഹലും പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് സ്വന്തമായിട്ട് കഴിവില്ല. ഇല്ല ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, ലാതക്കും ഉസ്സക്കും മനാതക്കും വദ്ദിനും സുവാഹിനും യഹൂസിനും യഹൂക്കിനും നസ്റിനും യാതൊരു കഴിവില്ല. അല്ലാഹ് എല്ലാ കഴിവും കൊടുക്കുന്നത് സാക്ഷാൽ പടച്ചോനാണ്. ഞാൻ എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ജീവിതത്തിൽ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? എല്ലാരും ധാരണ എന്താ? ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടിനെ കിട്ടി അല്ലേ? സി സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് കുട്ടിയുടെ രോഗം മാറി. കാരണം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രനടയിൽ തുലാഭാരം, ഇരട്ട തുലാഭാരം, കുട്ടിക്ക് രോഗം മാറാൻ, ജസീറ എന്ന കുട്ടിക്ക് രോഗം മാറാൻ ബഷീർ എന്ന മുസ്ലിം തൗഹീദ് മറന്ന് തുലാഭാരം നടത്തി. ആണല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരും എന്നോട് ചൊടിക്കരുത്. ക്രിസ്ത്യാനികൾക്ക് ഖൈറും നന്മയും നൽകുന്നത് യേശുക്രിസ്തു അല്ല. ഹൈന്ദവർക്ക് നന്മകൾ നൽകുന്നത് ഗുരുവായൂരപ്പനും അല്ല, പിശാരിക്കാവിലമ്മയല്ല. അല്ലാന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ആണ്. നിങ്ങൾ തെളിയിച്ചോ? മുസ്ലിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് മുഹമ്മദ് നബി അല്ലാന്ന് തെളിയിക്ക്. ആണെന്ന് തെളിയിക്ക്. അല്ല. പിന്നെ ആരാ? ഇവരെയൊക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ഞാൻ ഒരു ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, എല്ലാരോടും മനസ്സ് തട്ടണേ. മുഹമ്മദ് നബി മരിച്ചപ്പോ രാവും പകലും നിശ്ചലായോ? മുഹമ്മദ് നബി മരിച്ചപ്പോ രാവും പകലും നിശ്ചലായോ? ആയോ? സായിബാബ മരിച്ചപ്പോ 10 മണി മുല്ല വിടരാതിരുന്നോ? സായിബാബ മരിച്ചപ്പോ 10 മണി മുല്ല വിടരാതിരുന്നോ? ഇല്ല. സായിബാബ മരിച്ചപ്പോ രാവും പകലും ഇല്ലാതിരുന്നോ? ഇല്ല. യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റി എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ശരി, വെള്ളിയാഴ്ച കുരിശിലേറ്റി, ഞായറാഴ്ച യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കണം, വെള്ളിയാഴ്ച കുരിശിലേറ്റി സമ്പൂർണ്ണമായി മരിച്ചു എന്ന് സമ്മതിച്ചു എങ്കിൽ വെള്ളി ശനിയായതാരാ? ശനീനെ ഞായറാക്കിയതാരാ? യേശുക്രിസ്തു എല്ലാം ഉറപ്പ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് രാവും പകലുമില്ലേ? യേശുക്രിസ്തു കുരിശിലേറിയതിനു ശേഷം വെള്ളി ശനിയായില്ലേ? ശനി ഞായറായില്ലേ? മുഹമ്മദ് നബി തിങ്കളാഴ്ച മരിച്ചു, തിങ്കൾ ചൊവ്വയായില്ലേ? ചൊവ്വ ബുധനായില്ലേ? ഇന്നത്തെ വെള്ളി വരായില്ലേ? അപ്പൊ ആര് നിയന്ത്രിച്ചു? ബുദ്ധിയും കഥയുള്ളവര് ചിന്തിക്ക്. ആരാത് നിയന്ത്രിച്ചേ? ആ നിയന്ത്രിച്ചവൻ തമേശ്വരാണം
പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിംപതിന പരമം പരസ്താത് വിജാമദേവം ഭുവനേശമെഡ്യം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപം. മഹാനിർവാണ സ്തോത്രത്തിലാ പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞതോ ശമ്മ ഇസ്രായേല അഡോണാ എലോഹിൻ അഡോണാ യഹ്. ശമ്മ ഇസ്രായേല അഡോണാ എലോഹിൻ അഡോണാ യഹ്. യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? ദൈവേകനാണ്, ഞാൻ ദൈവാണ് എന്നല്ല. അല്ല. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 4-ാമത്തെ വചനം, അതേ മാർക്കോസിന്റെ അധ്യായം എത്ര വചനങ്ങളിൽ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വചനം, പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17, 15, 16, 17, 15 എല്ലാറ്റിലും ശുദ്ധമായ ഏകദൈവാരാധന പറഞ്ഞു. ലേ മിശ്രിം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്, അരുത്, അരുത്. അതേ ബൈബിൾ ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിലില്ലേ? ഇല്ലേ? ഇവിടെ പള്ളിയിലച്ഛന്റെ കയ്യിലില്ലേ? എന്നിട്ട് ആ പള്ളിയിലച്ഛന്റെ കയ്യിൽ ഈ ബൈബിൾ ഉണ്ടായിരിക്കെ യേശു ക്രിസ്തുവിന്റെ പ്രതിമല്ലേ? എന്തേങ്ങനെ പറ്റി? എന്തേങ്ങനെ പറ്റിയത്? നിങ്ങൾ ആലോചിച്ചുണ്ടോ? ആവർത്തന പുസ്തകം ബൈബിൾ എന്നാ പറയുന്നേ. ബൈബിൾ താൻ നെട്ടിക്കറി ഞാൻ എടുത്തുതരാം നിങ്ങൾക്ക്. ബൈബിളില് പറയണെന്ത്? ആവർത്തന പുസ്തകത്തിൽ ബൈബിളിൽ പറയാണ് 4-ാം അധ്യായം 15-ാമത്തെ 17-ാമത്തെ ഒക്കെ വചനം എന്താ പറയണറിയോ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് എന്ന് തീർത്തു പറയണ ബൈബിൾ. ആണിന്റെയും പെണ്ണിന്റെയും കന്യാമറിയമിന്റെ രൂപം ഉണ്ടാക്കരുത്, യേശു ക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗത രൂപമുണ്ടാക്കാതെ, പ്രതിമ ഉണ്ടാക്കാതെ. ഇനി ഇതേ കാര്യം ഹിന്ദു മതത്തിലില്ലേ? ഹിന്ദു മതം എന്ന് പറഞ്ഞൊരു മതമല്ല, അത് അവർക്കും അറിയാം. അവരും പറയാറുണ്ട് സനാതനധർമ്മം. സനാതനധർമ്മത്തിൽ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം. യജുർവേദത്തിന്റെ 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം, ദൈവത്തിന് പ്രതിമയില്ല. കേനോപനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവര്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു ബിംബത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന മാധവനോട് വേദം പറയാണ്, കേനോപനിഷത്ത് പറയാണ്, ഏതൊരു ബിംബത്തിന് മുമ്പിലാണോ കൈകൂപ്പി നിൽക്കുന്നത് അത് നിന്റെ ദൈവമല്ല. സാക്ഷാൽ ദൈവത്തെ കണ്ണോണ്ട് കാണാൻ കഴിയില്ല. ലൈറ്റ് ഓഫ് ട്രൂത്ത് ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. 16 ദൂഷ്യണ്ട്, 16 കുഴപ്പമുണ്ട് വിഗ്രഹാരാധനക്ക് എന്ന് അദ്ദേഹം പറയാണ്. വിഗ്രഹാരാധനയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്താ? ഏറ്റവും വലിയ കുഴപ്പമെന്താ നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? ഏത് ദേവിയുടെ ദേവന്റെ വിഗ്രഹമാണോ ഉണ്ടാക്കുന്നത് ആ വിഗ്രഹത്തിലാണ് അവന്റെ ചിന്ത മുഴുവനും. ആ വിഗ്രഹത്തിന്റെ മുഖം, ആ വിഗ്രഹത്തിന്റെ രൂപം, ആ വിഗ്രഹത്തിലേക്കുള്ള ഏകാഗ്രത ഒരിക്കലും സർവശക്തനിലേക്ക് എത്തുന്നില്ല. എത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. വാദിക്കാൻ പലതും പറഞ്ഞേക്കാം, എത്തണില്ല. ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നവന് ഗുരുവായൂരപ്പൻ എന്നല്ലാത്ത ദൈവം എന്നുള്ളൊരു ചിന്തന ഉണ്ടോ? ഇല്ല. ഞാൻ ഇനി ഒരു ഉദാഹരണോട് പറഞ്ഞോട്ടെ, ക്ഷമിക്കണം, ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട് പറയാൻ. മനുഷ്യരിങ്ങനെ അന്ധവിശ്വാസികളായി ജീവിച്ച് മരിക്കുമ്പോൾ സ്വയം വിചാരിക്കണം എന്താ, ഞാൻ നല്ല സത്യത്തിലായിട്ടാണ് മരിക്കണത്. അല്ല, അത് തിരിച്ചറിയണം, തിരുത്തണം. അതിന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയാം. ഈ തളിപ്പറമ്പിൽ ഞാൻ ഒരുപാട് പ്രസംഗം ചെയ്തിട്ടുണ്ട്. ഇവിടെയല്ല എന്ന് മാത്രമല്ല, ഇവിടെ റോഡിന്റെ അപ്പുറത്ത് ആ പള്ളിന്റെ ആ ഭാഗത്ത് ഒരുപാട് പ്രസംഗം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആള് നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഹൈവേയില് ഒരാള് വാഹനം കാത്തിക്കുക, രാത്രി കുറെ വണ്ടികൾക്ക് കൈ കാണിച്ചു, ഒറ്റ വണ്ടി നിർത്തിയില്ല. അവസാനം ഒരു കാറുകാരൻ കൊണ്ടുവന്നിട്ട് നിർത്തി. ചോദിച്ച ഇങ്ങോട്ടാണ്? കണ്ണൂരേ കാർ. എന്നെ കയറിക്കോളിയാ, കണ്ണൂരേക്കാരൻ കയറിക്കോളൂന്ന് പറഞ്ഞു. അയാൾ ആ വണ്ടി കയറി, ആ കാറിൽ കയറി.
കണ്ണൂരെ ടാക്സി സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് അയാളെ നിർത്തി കൊടുക്കുകയാണ്. തളിപ്പറമ്പിന്ന് ഈ കാറ് വാഹനം കിട്ടാതെ ബുദ്ധിമുട്ടിയ മനുഷ്യനെ ഇയാള് കണ്ണൂർ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുകയാണ്. ഇറക്കി കൊടുത്തിട്ട് സുഹൃത്തുക്കളെ ശരിക്കും ചിന്തിക്കണം, അയാൾ ഇറങ്ങിയതിന് ശേഷം, അതായത് ഈ കാറിൽ നിന്ന് ഇറങ്ങിയ ആളുണ്ടല്ലോ, തളിപ്പറമ്പിൽ വാഹനം കാത്തുന്ന ആള്, അയാൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ടാക്സിക്കാരന്റെ അടുത്തേക്ക് ചെന്നു. ഈ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ടാക്സിക്കാരന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, താങ്ക്സ്, വലിയ നന്ദിയുണ്ട്. അങ്ങനെ അയാൾ അങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ കാറിൽ ഇറക്കി കൊടുത്ത കക്ഷിയില്ലേ, തളിപ്പറമ്പിൽ കയറ്റിയ അയാള് എന്താടത്, എന്റെ കാറിൽ കയറിയിട്ട് കണ്ണൂർ ഇറങ്ങിയിട്ട് ഓനോട് നന്ദി. അപ്പൊ ഈ കാറുകാരൻ വിചാരിക്കുന്ന എന്താ അറിയോ, എന്താടാ ഇവൻ എന്താ പറ്റി, ഇവനിപ്പോ എന്തിനാ എനിക്ക് നന്ദി പറഞ്ഞ്, ഈ ചെങ്ങായി എനിക്കെന്തിനാ നന്ദി പറഞ്ഞ്. ഇതുപോലെയാണ് നമ്മുടെ ദൈവവിശ്വാസം. കുട്ടിനെ തന്ന് പടച്ചോയെ, ഭാര്യനെ തന്ന് പടച്ചോയെ, കച്ചവടം വിജയിപ്പിച്ചൊക്കെ പടച്ചോയെ. നന്ദി ഗുരുവായൂരപ്പന്, നന്ദി പിശാരിക്കാവിലമ്മക്ക്, നന്ദി യേശുക്രിസ്തുവിന്, നന്ദി ഉള്ളാളം തങ്ങൾക്ക്. അങ്ങനെ നന്ദി കെട്ടൊരു വർഗമായി മനുഷ്യർ മാറി. ആരാ ആകാശം സൃഷ്ടിച്ചേ? യേശുക്രിസ്തു എന്ന് ആരും പറയില്ല. ആരാ ഭൂമി സൃഷ്ടിച്ചേ? ശ്രീരാമനാന്ന് ആരും പറയില്ല. ഉണ്ടോ? ദേവകിയുടെ 8ാമത്തെ പുത്രനായി ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ജനിച്ച ശ്രീകൃഷ്ണനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചെന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഭഗവത്ഗീത 18 അധ്യായം 700 ശ്ലോകം, 3 കാണ്ഡങ്ങൾ, ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ഓരോ കാണ്ഡത്തിലും 6 അധ്യായം, അങ്ങനെ 18 അധ്യായം. അവിടെ പറയുന്നെന്താ? ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അവിടെ ഒരു ദൈവത്തെ പറയാ, അവ്യക്തം വ്യക്തിമാപന്യം മനന്തേ മാമ ബുദ്ധയാ പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. എത്ര സ്ഥലത്ത് യോ ദേവാനാം നാമധായേകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങളുടെയും നാഥൻ. അല്ലേ? നമ്മള് ലണ്ടനിൽ ചെന്നിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ലണ്ടനിലെ സായിപ്പിനെ കണ്ടിട്ട് ചോദിക്കാണ്, ഉള്ളാളം നിങ്ങൾ അറിയോ? എന്താ ചോദ്യോ? ഉള്ളാളം നിങ്ങൾ അറിയോ? അപ്പൊ അദ്ദേഹം ഉള്ളാളോ ഉള്ളാളോ ഉള്ളാളോ, ഏത് ഉള്ളാളോ? അയാൾക്ക് ഉള്ളാളറിയോ? ഒരു ഹിന്ദു ലണ്ടനിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു സായിപ്പിനോട് ഗുരുവായൂരപ്പൻ അറിയോ? ഏത് ഗുരുവായൂരപ്പനാക്ക്? നേരെ ചായലോട് നിങ്ങൾ ചോദിക്ക്, ആകാശം, ഭൂമി, സൂര്യൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇത് സൃഷ്ടിച്ച ഒരാളുണ്ടോ? ഉണ്ട്. അതാരാ? ലോകത്തിന്റെ നാഥൻ. ശരിയല്ലേ? കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെ ചതുപ്പ് നിലങ്ങളുടെ നാഥൻ, ആകാശഭൂമികളുടെ നാഥൻ, ചുള്ളിക്കമ്പുകളുടെ നാഥൻ, പൊളഞ്ഞൊഴുകുന്ന നദികളുടെ നാഥൻ, അങ്ങക്ക് പ്രണാമം എന്ന് പറയുന്നൊരവസ്ഥ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇനി ഞങ്ങളോട് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ ജീവിച്ചിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ടോ? നിങ്ങൾ ആലോചിക്കും. ശ്രീരാമനും ശ്രീകൃഷ്ണനും ചരിത്ര പുരുഷന്മാരായിരുന്നോ? പറഞ്ഞു നോക്കി, ചിന്തിച്ചു നോക്കി, പഠിച്ചു നോക്കി. മഹാത്മാഗാന്ധി ഹരേ റാം എന്ന് പറഞ്ഞിട്ട് മരിച്ച ആളാണ് ആര്? മഹാത്മാഗാന്ധി. ഹരേ റാം എന്ന് പറഞ്ഞ് കൊന്ന ആളാണ് ആര്? ഗോഡ്സെ. രണ്ടാളും പറയുന്നത് രാമന്റെ പേരിൽ മരിച്ചു. ഇതിൽ ഏത് മരണ ശരിയായ മരണോ? നിങ്ങൾ ചിന്തിച്ചോളി. എനിക്കതിന് സമയമല്ല, പറയാൻ കഴിയായിട്ടല്ല, ഇപ്പൊ സമയമല്ല. ഞാൻ ചോദിക്കുന്നത്, ഹരേ രാം എന്ന് വിളിച്ച, രാമനെ ആരാധിച്ച് മരിച്ച ഗാന്ധിജി പോലും പറഞ്ഞ എന്തറിയോ? രാമൻ ചരിത്ര പുരുഷനാന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. അത് ഭാവനയിൽ രൂപപ്പെട്ട ഒരാളാണ്, അല്ലേ? ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി കൗഞ്ചമിതനങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ മാനിഷാദ എന്ന് പറഞ്ഞ അരുത് കാട്ടാള, ഒരു പക്ഷിയുടെ രക്തം പോലും ഇവിടെ ഉയരുത്. ഇനി ഞങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ എന്റെ മതമാണ് ശരി. ഞാൻ കഴിഞ്ഞ ദിവസം കൂത്തുറമ്പിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രസംഗിച്ചപ്പോ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഇവിടെ ഉണ്ടായി ചെറിയൊരു പരാമർശം. എന്താണ്? എന്റെ മതമാണ് ശരിയെന്ന് വിശ്വസിച്ചാലാണ് തീവ്രവാദം ഉണ്ടാകുക. അല്ല അല്ല, തിരുത്തി തന്നെ, ഞാൻ തെറ്റുകളൊക്കെ തിരുത്തി പോണം. എന്റെ മതമാണ് ശരിയെന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ വികാതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ, ഞാൻ പറയുന്നത് അറിയോ? ഞാൻ ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് നുണ പറയാറുണ്ട്. ആളുകളെ സുഖിപ്പിച്ചിങ്ങനെ എനിക്ക് വേണ്ട, ഇങ്ങനെ ഒന്ന് അടിച്ചോളി, എനിക്ക് കുഴപ്പമില്ല, ഞാൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇത് എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇസ്ലാമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ എന്ന് വരെ മർദ്ദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി എന്ന് വരെ ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്റെ നാട്ടിൽ ഏതെങ്കിലും ഒരു അയൽവാസിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടെ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ തളിപ്പറമ്പിൽ 5 ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിച്ചോ.
5 ഹോട്ടൽ. ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിച്ചു മനസ്സിൽ കയറ്റിക്കൊള്ളണം. ടീച്ചറായാലും മാഷായാലും ആരായാലും 5 നല്ല ഹോട്ടൽ ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും ബെറ്ററായ ഹോട്ടൽ ഒന്നുണ്ട് വിചാരിക്കാം. നാട്ടുകാരെല്ലാം സമ്മതിച്ചാണ് ആ ഹോട്ടൽ നല്ലതാണ്, നല്ല ഭക്ഷണമാണ്, അവിടുത്തെ മുതലാളി നല്ല ആളാണ്, താരതമ്യേന വില കുറവാണ്, ഒരു കച്ചറയില്ല, അക്രമില്ല, എല്ലാം നല്ലതാണ് എന്നെല്ലാരും അംഗീകരിച്ചൊരു ഹോട്ടല്. അങ്ങനെ നിലനിൽക്കെ ഹോട്ടൽ ഉടമ പറയണെന്ത്, ഇവിടെ 5 ഹോട്ടലിൽ ഏറ്റവും ബെറ്റർ ഹോട്ടൽ ഇന്റേതാണ്. എന്നാ കലാപം ഉണ്ടാവുമോ? ഉണ്ടാവോ? ഇല്ല. പിന്നെ എപ്പോഴാ കലാപം ഉണ്ടാകുക? ഇതാണ് ഏറ്റവും നല്ല ഹോട്ടൽ, അതുകൊണ്ട് ബാക്കി 4 ഹോട്ടലും ഞാൻ JCB വെച്ച് നിരത്തും പറഞ്ഞാലോ? അതാണ് കുഴപ്പം. എവിടെയാ കുഴപ്പം? ഒരു സന്യാസി കയറുന്നിട്ട് പറയണെന്ത്, ഭാരതാണ് നല്ലത്, സനാതന ധർമ്മമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു വിചാരിക്കുക. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഭാരതാംബയുടെ കണ്ണിലെ കരടായ മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞാലോ പ്രശ്നമാവും. അവിടെയാ പ്രശ്നം. ഇനിയിപ്പോ ഒരാൾ പറയാണ് 5 ആള് ഡ്രസ്സ് ധരിച്ചു, ഏറ്റവും ടോപ്പ് ഡ്രസ് ഇട്ടത് 5ാമൻ ഒരാളാണ്. അയാൾ പറയണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും മൂല്യവത്തായതും ശരിക്കുള്ള ഒറിജിനൽ കമ്പനി ഇറക്കുന്നതും എന്റെ ഡ്രസ്സാന്ന് അയാൾ പറഞ്ഞാൽ തല്ലുണ്ടാവോ? ഇല്ല. എന്റെ ഡ്രസ്സാന്നല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഡ്രസ്സൊക്കെ ഞാൻ കീറിക്കാളെന്ന് പറഞ്ഞാലോ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ആരും എന്ത് വിചാരിക്കണ്ട, ഇസ്ലാമാണ് ശരി എന്ന് പറയാൻ മടിക്കണ്ട. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് യഥാർത്ഥ ശരി. കാരണം ഇസ്ലാം പടച്ചോൻ അവതരിപ്പിച്ചാണ്. ബാലേന്ദ്രൻ പറയണത് സൂര്യൻ എനിക്ക് വേണ്ട, എന്നാ അവന് ഇസ്ലാമും വേണ്ടാന്നറിയാം. സൂര്യൻ വേണോ, എന്നാ ഇസ്ലാമും വേണം. കാരണം എന്താ, സൂര്യൻ ആരാണോ നിനക്ക് തന്നത് ആ നാഥൻ അവതരിപ്പിച്ച മതാണ് ഇസ്ലാം. ഇത് ക്ലിയർ. എന്നാ നിങ്ങൾ നോക്ക്, മുജാഹിദ് പ്രസ്ഥാനം ഒരു പനോല പടക്കം പൊട്ടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ചോദിക്കാണ്, മുജാഹിദ് പ്രസ്ഥാനം റോട്ടിൽ ഒരു ഘോഷയാത്ര വന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉമർ മൗലവിന്റെ കബറിടത്തിൽ നേർച്ചർത്ത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ആന എന്നുള്ള ഈ ചൊട്ടനെ ചവിട്ടി കൊടലി പുറത്താക്കി നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? KP മുഹമ്മദ് മൗലവിയുടെ ദർഗയിൽ ഉറൂസ് ഉണ്ടോ? ഇല്ല. ആന എന്നുള്ളതുണ്ടോ? ഇല്ല. പടക്കം പൊട്ടലുണ്ടോ? ഇല്ല. 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 റോട്ട് പ്രകടനം ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ? ഇല്ല. അപ്പൊ ലോകത്തെ ഏറ്റവും ബെറ്റർ സിദ്ധാന്തം അതല്ലേ? ആണ്. ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. പ്രകടനം ഉണ്ടോ? ഇല്ല. പൊടി പിടിച്ചു പോക്കുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഞങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടോ? ഇല്ല. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഗരാവോ ചെയ്തിട്ടുണ്ടോ അധ്യാപകരെ? ഇല്ല. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ MSMന്റെ കയ്യിൽ കുറുവടി എടുത്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. AK-47 എടുത്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ കുട്ടികളെ റേഗിങ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ആദർശം ഇവിടെ ഉണ്ട്, ശരിക്കുള്ള ഖുർആനെ ഫോളോ ചെയ്യുന്ന. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, തടിയന്റെ ഇവിടെ നസീർ, ഫയാസ്, സവാസ്, ഒരുപാട് ആൾ എണ്ണിക്കോ, ജയിലിൽ കഴിയുന്നവരെ അല്ലാത്തൊരു മുജാഹിദുകളിൽ നിന്ന് തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് പോലീസ് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് വരെ ജയിലിൽ കിടക്കണ്ടോ? ഒരു 100 കൊല്ലത്തിനെടുക്ക്? ഇല്ല. എങ്കിൽ അതാണ് ഇസ്ലാം. അത് 1000 കൊല്ലം നിലനിന്നാലും അതിൽ തീവ്രവാദി ഉണ്ടാവില്ല. സഹോദരങ്ങളെ, മഗ്രിബ് ബാങ്ക് കൊടുക്കാറായി. ഞാൻ എന്റെ വിഷയം താൽക്കാലികമായി മഗ്രിബ് നിസ്കാരം വരെ ഗ്യാപ്പിട്ട് നിർത്തുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരമകാരുണികനായ ഈ അണ്ഡകടാഹത്തിന്റെ അധിപതിയായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് എല്ലാ മതവിഭാഗങ്ങളോടും ഞാൻ മഗ്രിബിന്റെ മുമ്പ് സംസാരിച്ചത്. ലോകത്തെല്ലാവരും ഗൗരവമായി അറിയേണ്ട ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിലൊന്ന്, ഏറ്റവും വലിയ തർക്കങ്ങൾ നടന്നിട്ടുള്ളത്, മനുഷ്യർക്കിടയിൽ വിഭാഗീയ നടന്നിട്ടുള്ളത് ദൈവങ്ങളുടെ പേരിലാണ്. ദൈവത്തിന്റെ പേരിലല്ല, ദൈവങ്ങളുടെ പേരിലാണ്. മതത്തിന്റെ പേരിലല്ല, മതങ്ങളുടെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് ഗൗരവമായി ഞാൻ നിങ്ങളെ മറ്റൊരു പോയിന്റിലേക്ക് ഗൗരവമായി ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ
നമ്മുടെ നാട്ടിൽ ശ്രീരാമൻ ആരാധിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർക്കത് ചെയ്യാം, അത് അവരുടെ ഇഷ്ടം പോലെ അവർക്കാകാം. അങ്ങനെയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട്. ഗുരുവായൂരപ്പനെയും ആരാധിക്കാം. മുസ്ലിങ്ങളിൽ മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ പേരിലാണ് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തർക്കം. കേരളത്തിലെ സമസ്തയിൽപ്പെട്ട AKAP സുന്നികൾ എന്നെ അടിച്ചിട്ടുള്ളത് ഈ വിഷയത്തിന്റെ പേരിലാണ്. അള്ളാനെ മാത്രമേ വിളിക്കാവൂ, അല്ല ഞങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെയും വിളിക്കും. ആ വാദമാണ് തർക്കമുണ്ടായത്. ആ വാദമാണ് സ്റ്റേജ് കയ്യത്തിന് കാരണമുണ്ടായത്. ബാബരി മസ്ജിദ് ധ്വംസനമുണ്ടായത് ശ്രീരാമന് വേണ്ടിയാണ്. പക്ഷെ ശ്രീരാമൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ രസകരമായൊരു ചോദ്യമാണ് ചോദിക്കാൻ പോണത്. കേരളത്തിലെ തളിപ്പറമ്പിൽ നിന്ന് ഒരാള് മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ, മലയാളം മൊയ്തീൻ ഷെയ്ഖിന് ജീവിതകാലത്ത് തിരിഞ്ഞിനോ? ചിന്തിക്കണേ. മൊയ്തീൻ ഷെയ്ഖ് ബഗ്ദാദിൽ ജീവിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് ഒരാള് ബഗ്ദാദിൽ ചെന്ന് മൊയ്തീൻ ഷെയ്ഖിനെ ഒറിജിനലായിട്ട് കണ്ടെന്ന് വിചാരിക്കുക. ജീവനോടെ മുമ്പരുടെ വീട്ടിൽ പോയി കണ്ട് ഒരു മലയാളി. എന്നിട്ട് ആ മലയാളി പറയാണ്, എന്തൊരാണ് മൊയ്തീൻ ഷെയ്ഖ് സുഖങ്ങളൊക്കെ തന്നെ എന്ന് ചോദിച്ചു വിചാരിക്കും. ഒരു തിരുവനന്തപുരത്തുകാരൻ മൊയ്തീൻ ഷെയ്ഖിന് തിരിയോ? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ ചോദിക്കണത്, ശ്രീരാമന്റെ ഭാഷ മലയാളമായിരുന്നോ? ആയിരുന്നോ? യേശു ക്രിസ്തുവിന്റെ ഭാഷ മലയാളമായിരുന്നോ? കർത്താവേ കാക്കണേ എന്നൊരു ക്രിസ്ത്യാനി പറയുമ്പോ കർത്താവേ കാക്കണേ, രക്ഷിക്കണേ, കർത്താവേ എന്റെ കുട്ടീന്റെ രോഗം മാറ്റണേ എന്നൊക്കെ മലയാള. ഇത് ജീവിതകാലത്ത്, അതായത് ഐഹിക ജീവിതത്തിൽ, യേശുവിന്റെ ഈ ലോകത്തെ ജീവിതത്തിൽ യേശു ക്രിസ്തു കൊണ്ടുവരും. ആ കാലയളവിൽ ജീവിച്ചപ്പോ യേശു ക്രിസ്തുവിന് മലയാളം അറിഞ്ഞൂടാ. മരിച്ചതിന് ശേഷം എല്ലാ ഭാഷയും എല്ലാവർക്കും തിരിയെന്ന് പറയുന്നതിന്റെ ബുദ്ധിയും കഥയും എന്താ ആലോചിക്കേണ്ടതാണ്. എല്ലാ ദൈവവിശ്വാസികളും ആലോചിക്കണം. ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ മലയാളിയായിരുന്നോ? ശ്രീരാമൻ സീതയുമായി ജീവിച്ച കാലം എന്ന് നിങ്ങൾ പറയുന്ന ആ കാലത്ത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ മരിക്കുന്നതിനോടുകൂടി ഈ പറഞ്ഞ പടച്ചോന്മാർക്കൊക്കെ എല്ലാ ഭാഷയും മരിക്കുന്നതിനോടുകൂടി തിരിയെന്ന് പറയണോ? അതിനെന്തെങ്കിലും ഒരു രേഖ ഉണ്ടോ? ഒരു രേഖയില്ല, വാചകമല്ലാതെ. എന്ന ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകല്ലേ? ഉണ്ട്. ആകാശഭൂമികളില്ലേ? ഉണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനായ പ്രപഞ്ചത്തിന്റെ നാഥനില്ലേ? ഉണ്ട്. മഴ പെയ്യുന്നു, പെയ്തുകൊണ്ടേയിരിക്കുന്നു. ചെന്നൈയില് നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? അണക്കെട്ട് തുറന്നങ്ങട്ട് വിടില്ലാതെ വേറെ രക്ഷയില്ല. അണക്കെട്ടിൽ വെള്ളം ഒരു നിശ്ചിത നിലവാരത്തിയ കെട്ടുപൊട്ടിയിട്ട് സകല അണക്കെട്ടിലെ ജലവും ഒരു നാടിനെ എന്നേക്കുമായി മുക്കിക്കളയും. അതുകൊണ്ട് അണക്കെട്ട് തുറന്നു വിടില്ലാതെ രക്ഷയില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന നാശവും നഷ്ടത്തെക്കാളും അണക്കെട്ട് പൊട്ടിയുണ്ടാവും. അതുകൊണ്ട് അണക്കെട്ട് തുറന്നു വിടുക, അല്ലാതെ വേറെ രക്ഷുണ്ടോ? ഗുരുവായൂരപ്പനെ യേശു ക്രിസ്തുവിനെ വിളിച്ചൊരു കാര്യമുണ്ടോ? മഴ പെയ്യിപ്പിക്കുന്നത് ആരാണോ അവനെ വിളിക്കണം, അല്ലേ? അങ്ങനെയല്ലേ ലോകത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്, അതാണ് ആ പ്രശ്നമെങ്കിൽ അയാളോടാണ് പറയുന്നത്, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കൂല. അയാളോട് മഴ പെയ്യിപ്പിക്കുന്ന ആരാ? യേശു ക്രിസ്തു ആണോ? അല്ല. യേശു ക്രിസ്തുവിന്റെ മുമ്പ് മഴയല്ലേ? ഉണ്ട്. ശ്രീരാമനാണോ? അല്ല. ശ്രീരാമന്റെ മുമ്പ് മഴ ഉണ്ട്. അതിനെന്താ തെളിവ്? ദശരഥ മഹാരാജാവ് മുത്തകാമിട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകൈ, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിക്കണു. ഈ ജനിക്കണതിന് മുമ്പ് വെള്ളല്ലേ? ഉണ്ട്. കൗസല്യ വെള്ളം കുടിച്ചിട്ടില്ലേ? ഉണ്ട്. സുമിത്ര വെള്ളം കുടിച്ചിട്ടില്ലേ? ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ ശ്രീരാമന്റെ അച്ഛൻ വെള്ളം കുടിച്ചിട്ടില്ലേ? ഉണ്ട്. മഴയല്ലേ? മാത്രമല്ല, ദശരഥ മഹാരാജാവ് പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് ശാപം കിട്ടിയ ആളായിരുന്നു. എന്താ കാരണം? ഒരു സന്യാസി തടാകത്തിൽ നിന്ന് മൺകുടത്തിൽ വെള്ളമെടുക്കുന്നത് കണ്ട് ആന വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് അമ്പെയ്ത് വിട്ട ആളാണ് ആര്? ദശരഥ മഹാരാജാവ്. അപ്പൊ എന്ത് മനസ്സിലായി? തടാകം ഉണ്ടായിരുന്നോന്ന്, തടാകത്തിൽ വെള്ളം ഉണ്ടായിരുന്നോന്ന്. ശ്രീരാമന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് വെള്ളല്ലേ? അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാ
ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? ബാലേന്ദ്ര, ആ കൂൾ ബാറിൽ പോയിട്ട് നീ ചിക്കു കുടിക്കണില്ലേ? അല്ലാന്റെ ചോദ്യം. അതിന് വെള്ളം ഉപയോഗിക്കണില്ലേ? ബാലേന്ദ്ര, ആ വെള്ളം ആരാ തന്നത്? പടച്ചോന്റെ ചോദ്യ. ദേവദാസേ, പച്ചവെള്ളം കുടിക്കണില്ലേ കിണർന്ന് കോരിയിട്ട്? ആരാ മോനെ ആ പാനജലം നിനക്ക് നൽകിയത്? അല്ല, വല്ലാത്തൊരു ചോദ്യം. നിങ്ങളാണോ ആ പാനജലം ഇറക്കണത്? നിങ്ങളാണോ ആ പാനജലം ഇറക്കണത്? നിങ്ങളാണോ? അല്ല, അത് നാമാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്തറിയോ? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. അല്ലാഹുവേ, ഈ ചെന്നൈയിൽ പെയ്യുന്ന മഴയെ നീ കേരളത്തിലേക്ക്, കർണാടകയിലേക്ക്, മറ്റു സ്റ്റേറ്റുകളിലേക്ക്, വെള്ളമില്ലാത്തിടങ്ങളിലേക്ക് മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഈ മഴയെ നീ മറ്റൊരു ദിക്കിലേക്ക് പെയ്യിപ്പിച്ചു കൊടുക്കണേ. അർഹതപ്പെട്ടവനോടുള്ള പ്രാർത്ഥന, മഴ പെയ്യിപ്പിക്കുന്ന സർവശക്തനോടുള്ള പ്രാർത്ഥന. സഹോദരങ്ങളെ, ആരാ മഴ പെയ്യിപ്പിക്കണത്? ആരാ ഭക്ഷണം നൽകുന്നത്? അള്ളാഹു ഖുർആനിൽ ഒരു ചോദ്യം ചോദിക്കണ്ടേ? എല്ലാരോടും, ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരോട് മുഴുവനും ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്നാ സബബനൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാരും ഒന്ന് ചിന്തിക്കണേ. നമ്മുടെ പറമ്പ് നായ മൂത്രയിക്കാറില്ലേ? അവിടെ വാഴയുടെ മെരട്ട് നായ മൂത്രയിക്കാറില്ലേ? പൂച്ച മൂത്രയിക്കാറില്ലേ? എല്ലാരും കാഷ്ടിക്കാറില്ലേ? ഉണ്ട്. ആ കാഷ്ടവും മൂത്രവും മിക്സ് ചെയ്ത സംഗതിയല്ലേ വായ്മക്കൂടെ കയറി പോണത്? അത് റോബസ്റ്റപ്പയത്തിൽ എത്തണത്. ആ റോബസ്റ്റപ്പയത്തിന് കാഷ്ടത്തിന്റെ രുചിയുണ്ടോ? മൂത്രത്തിന്റെ മണുണ്ടോ? പുളിയുണ്ടോ? വിശുദ്ധ ഖുർആൻ വല്ലാത്തൊരു ചോദ്യം ചോദിക്കണേ. അല്ല ബാലേന്ദ്ര, സുരേന്ദ്ര, ജോർജ്, റോബസ്റ്റപ്പയം തൊലിയുരിഞ്ഞ് വെട്ടി മിണുങ്ങണ്ടല്ലോ. ആ റോബസ്റ്റപ്പയത്തിന്റെ തൊലിയുരിഞ്ഞ് കിട്ടുന്ന കാമ്പ് ഈ മണ്ണെന്നുള്ളതാ. ഈ മണ്ണിലെ ചാണകവും ഈ മണ്ണിലെ മൂത്രവും അതിലില്ല. കുഞ്ഞിമോനെ ജാലോയ്ക്ക് വല്ലാത്തൊരു ചിന്തയാ. മുസ്ലിങ്ങൾ അഗാധമായി ഇന്ന് ഞാൻ ട്രെയിനിൽ വരുമ്പോ കുഞ്ഞമ്മദാജിക്കാണ്ട്, കടവത്തൂര് കുഞ്ഞമ്മദാജിക്കാ ട്രെയിനില്. കുഞ്ഞമ്മദാജിക്കാർ എന്നോട് പറയാണ്, പഠിച്ചോൻ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ബാലുശ്ശേരി. എന്തിനാ മനുഷ്യൻ പഠിക്കണേ? ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാ പോരേ. എന്താ ഒറ്റ കാര്യം? അപ്പൊ ഞാൻ കുഞ്ഞമ്മക്കാരോട് ചോദിച്ചാൽ എന്താ, എല്ലാരും മുഖവും വ്യത്യസ്തമാണ് എന്നുള്ളത് പോരെ? പഠിച്ചോനുണ്ട്. എന്നൊരു കുഞ്ഞമ്മക്ക് എന്നോടൊരു ചോദ്യവും. ഞാൻ പല പ്രസംഗത്തിലും അത് പറയാറുണ്ട്. എന്താ, ചോന്ന മാരുതി എല്ലാം ഒരേപോലെയാന്ന് തോന്നുന്നു. 800 ചോപ്പ് എല്ലായിടത്തിലും വെച്ച ഏതാ 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 തിരിയോ? 800 മാരുതി, 800, 1000 മാരുതി ചോന്ന കളർ വെച്ചിട്ടുണ്ട്. ആ ചോന്ന കളറിൽ ഒരുപാട് ആള് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാ ബുക്ക് ചെയ്ത് നമ്പറില്ലാണ്ടോന്ന് അറിയാൻ കഴിയോ? നേരെ വെച്ച് എന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് എന്റെ ഭാര്യക്ക് എന്നെ അറിയാം. ഞാൻ കൂത്തുപറമ്പിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോ ഒരു യുക്തിവാദി ഒരു ചോദ്യം ചോദിച്ചു. പഠിച്ചോൻ വലിയ കഴിവുള്ള ആളാണെങ്കിൽ എല്ലാരെയും ഒരേ ഫേസ് കട്ടിൽ എന്താ സൃഷ്ടിക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞ, മോനെ പൊട്ടാ, എന്റെ അമ്മന്റെ മുഖവും അച്ഛന്റെ മുഖവും ഒന്ന്. അച്ഛനെ പോലെ തന്നെ എല്ലാ പുരുഷന്മാരും. അമ്മ തെണ്ടി പോകില്ല മോനെ. കേറി വരുന്നവരൊക്കെ മുഖം അച്ഛന്റെ മുഖം. അച്ഛനാണോ, അച്ഛന്റെ ഏട്ടനാണോ, അച്ഛന്റെ അനുജനാണോ, അച്ഛന്റെ ചങ്ങായിയാണോ എന്നൊന്നും ഓർമ്മല്ല. അമ്മ വേഗം ബെഡ്റൂം തുറന്നിട്ട് ബരി അമ്മക്ക് കിടക്കാന്നും പറഞ്ഞു. മോനെ ഇത് ഉണ്ടാവൂലേ ചോദിച്ചു. പിന്നെ യുക്തിവാദി ടാങ്കിന്റെ ഉള്ളിൽ കൂടെ കയറി ഏതോ ഓവിച്ചാലിൽ പോയി ഒളിച്ച്. ഓന്റെ യുക്തി അതോടുകൂടെ അവസാനിച്ചു. ഇതാ യുക്തിവാദികളുടെ ഒക്കെ ചോദ്യം. വലിയ ചോദ്യം ചോദിക്കുന്നവർ ചോദിച്ചോളെ നിങ്ങള്. ഞാൻ മറുപടി അറിഞ്ഞിറങ്ങാം. എന്ത് കാര്യത്തിനാ? മതത്തിന് ഒരു കുഴപ്പവും മതത്തിന് പറ്റിയിട്ടില്ല. മതം പഠിക്കാത്തവർക്ക് പറ്റിയിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ എടുത്തോ, എന്ത് A to Z എടുത്തോ നിങ്ങള്. അല്ലാഹ് അവതരിപ്പിച്ച മതാണോ? അതിനൊരു കുഴപ്പമില്ല. മനുഷ്യർ നിർമ്മിച്ചാണോ? അതിനൊക്കെ കുഴപ്പമുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ, മനുഷ്യ നിർമ്മിതമാണോ? അതിനൊക്കെ കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മതങ്ങൾ മനുഷ്യ നിർമ്മിതമാണ്, മതം മനുഷ്യ നിർമ്മിതമല്ല. ദൈവങ്ങൾ മനുഷ്യ നിർമ്മിതമാണ്, ദൈവം മനുഷ്യ നിർമ്മിതമല്ല. ആ പ്രശ്നം അത് ശരിക്ക് പഠിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. ദൈവത്തെ പറ്റി ശരിക്ക് പഠിച്ച ഒരു ഖുർആൻ ഒന്ന് ശ്രദ്ധിച്ചേ. യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ
വശഖറ الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم والذين تدعون من دونه ما يملكون من قطمير. അല്ലാത്തൊരു ചോദ്യമാണ്, എല്ലാവർക്കും കിട്ടുമോ ഇല്ല പോയിന്റ്. രാവിലെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ ആരാ? അത് അല്ലല്ലേ? സത്യമാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് രാവില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് രാവില്ലേ? പകലില്ലേ? ശ്രീരാമനും ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് പകലും രാത്രിയും ഇല്ലേ? ഉണ്ട് ഉണ്ട്. അതാരാ നിയന്ത്രിച്ചേ? മനുഷ്യനില്ലാത്ത കാലത്ത് പകലും രാത്രിയും ഇല്ലേ? ഉണ്ട്. ആരാ അത്? അതുകൊണ്ട് ഖുർആന്റെ ഒരു പ്രയോഗം നോക്കിയേ. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനുബിഹിം. രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ചും സൂര്യചന്ദ്രാദികളുടെ നിർമ്മിതിയെക്കുറിച്ചും ആകാശഭൂമികളുടെ നിർമ്മിതിയെക്കുറിച്ചും ചിന്തിക്കുന്നവർക്ക് ഇവിടെ ഖുർആൻ എക്സ്പോ നടത്തിയിരുന്നു. ഇവിടൊക്കെ അങ്ങനെ ചുറ്റി നടന്ന് പല മുസ്ലിങ്ങളും കണ്ടിട്ടുണ്ട്. അതിലൊരു യുക്തിവാദിയുടെ ചോദ്യം എന്താണ്? ഖുർആനിലെ സയൻസ് അതാണ്. ഞാനൊരു ഒറ്റ പോയിന്റ് മാത്രം പറയാണ്. ഖുർആനിൽ സൂര്യനെ സംബന്ധിച്ച് പറയുന്നത്, ചന്ദ്രനെ സംബന്ധിച്ച് പറയുന്നത് മാത്രം എടുത്തു. എന്തെങ്കിലും ഒരു ബ്ലണ്ടർ അതിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സയൻസ് പഠിച്ചവരോട്, ഞാൻ സയൻസ് പഠിച്ച ഒരാളാണ് സ്കൂളും ഡിഗ്രി തലത്തിലും ഒക്കെ. സയൻസ് പിന്നെ പഠിച്ചിട്ടില്ല, പിന്നെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ വായിക്കാറുണ്ട്. എല്ലാ സയൻസ് പുസ്തകവും ഇൻഷാ അല്ലാഹ് വായിക്കാറുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, സൂര്യനെ കുറിച്ച് ജോസഫ് ഇടമറക് എന്താ പറഞ്ഞു? യുക്തിവാദികളുടെ നേതാവാണല്ലോ. സൂര്യൻ സഞ്ചരിക്കുന്നില്ല. ഇന്ന് ഏതെങ്കിലും ഒരു സയൻസ് വിദ്യാർത്ഥി ജോസഫ് ഇടമറകിനെ കണ്ട എടാ പൊട്ട, സയൻസ് വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം എന്ത്? സൂര്യൻ സഞ്ചരിക്കുന്നു. ഒരുപാട് സഞ്ചാരങ്ങളുണ്ട് സൂര്യന്, ഒരുപാട് സ്ഥാനങ്ങളുണ്ട് സൂര്യന്, ഇല്ലേ? ആർക്കാതറിയാത്തത്? 14ാം നൂറ്റാണ്ട് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ ലോകത്ത് ഒരു സയൻസും അദ്ദേഹം പഠിച്ചിട്ടില്ല, ഒരു കോളേജിൽ അദ്ദേഹം പഠിച്ചിട്ടില്ല. ആസ്ട്രോണമി, സുവോളജി, അനാട്ടമി ഒന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം പഠിപ്പിച്ചിടത്തൊക്കെ അതുണ്ട് താനും, കൃത്യമാണ് താനും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളാണോ? ആണോ? ചന്ദ്രൻ സ്വയം പ്രകാശിത ഗോളമാണോ? സയൻസ് അറിയാവുന്ന യുക്തിവാദിയോടാ ചോദിച്ചോ, ഉണ്ടെങ്കിൽ വന്ന് എഴുതി ഇങ്ങോട്ട് തരും. ആണോ അല്ലേ? സ്വയം പ്രകാശിത ഗോളമാണോ ചന്ദ്രൻ? അല്ലാന്ന് ഇന്നത്തെ കുട്ടിക്ക് അറിഞ്ഞൂടെ? എന്നാ നോഹാ പ്രവാചകന്റെ കാലത്ത്, നൂഹ് നബിയുടെ കാലത്ത്, മനുഷ്യാരംഭത്തിൽ നൂഹ് നബി ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയുന്നത്? ആ നാട്ടിലെ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ ചോദിച്ച ചോദ്യം എന്താ അറിയോ? നോഹാ പ്രവാചകൻ ദൈവത്തെ പറ്റി പറയുമ്പോൾ അവരോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ? വജാലൽ ഖമറ ഫീഹിന്ന നൂറൻ വജാല ശംസ സിറാജ. അപാരമായൊരു സയൻസാ പറയുന്നത്. ഇസ്ലാമിൽ പ്രവാചകന്മാർക്ക് ഇന്നത്തെ സയൻസ് അധ്യാപകർ കുത്തിരിഞ്ഞ് കഷ്ടപ്പെടുന്നതിന് മുമ്പ് അവർക്കറിയാമായിരുന്നു വജാലൽ ഖമറ ഫീഹിന്ന നൂറൻ വജാല ശംസ സിറാജ. സൂര്യനെ ഒരു വിളക്കും പ്രകാശത്തിന്റെ കേന്ദ്രവും ചന്ദ്രനെ ആ പ്രകാശത്താൽ ഏറ്റു പ്രകാശിക്കുന്ന ഗോളവുമാക്കിയില്ലേ? ഖുർആനാണ്. ഖുർആനിലെ 71-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ. ചോദ്യം എന്താണ്? സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഗോളവും ചന്ദ്രൻ അതിന്റെ പ്രകാശമേറ്റ് പ്രവർത്തിക്കുന്ന ഗോളവുമല്ലേ? അങ്ങനെ പടച്ചോ നിങ്ങൾക്ക് ആക്കി തന്നിട്ടില്ലേ? ചന്ദ്രൻ സ്വയം പ്രകാശിത ഗോളമല്ലെന്നും സൂര്യൻ സ്വയം പ്രകാശിത ഗോളമാണെന്നും നോഹാ പ്രവാചകന്റെ കാലത്താ പറയുന്നു. ഇസ്ലാം പറഞ്ഞു, മനസ്സിലായിക്കോളെ. ജോസഫ് ഇടമറക് എന്താ പറഞ്ഞറിയങ്ങള്? അതോട് കേട്ടോളി. മുഹമ്മദ് ഇങ്ങനെ മക്കത്ത് മരുഭൂമി കൂടെ നടന്നപ്പോ സൂര്യൻ എങ്ങനെ സഞ്ചരിക്കുന്നതെന്ന് ആ വിഡ്ഢിക്ക് തോന്നിയതാണ്. ഇവിടെ ആരാ വിഡ്ഢി? മുഹമ്മദ് ആണോ ജോസഫ് ഇടമറകാണോ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനം എടുത്തു പരിശോധിച്ചോ. ഖുർആനിലെ 36-ാം അധ്യായം 38-ാമത്തെ വചനം. വശംസു സൂര്യൻ തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ. ഒരു മൈക്രോ, ഖുർആന്റെ പ്രയോഗമാണ്, ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ, ശരിക്കും ചിന്തിച്ചോളി, ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ദൈവം സൂര്യന് നിശ്ചയിച്ച പദമേഖലകളിലൂടെ ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ സൂര്യൻ അതിന്റെ പദമേഖലയിൽ സഞ്ചരിക്കുന്നു. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ
സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. എന്താ പറഞ്ഞേ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപവാനായ യുക്തിമാനായ ഒരു സർവശക്തൻ സൂര്യനെ അതിന്റെ നിശ്ചിത പദമേഖലകളിലൂടെ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സഞ്ചരിപ്പിച്ചുകൊണ്ടേ പോകുന്നു. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. അതിന്റെ അർത്ഥം എന്താ അറിയോ? എല്ലാ ഗോളങ്ങളും ഒന്നൊന്നിനെ ഓവർടേക്ക് ചെയ്യാതെ സഞ്ചരിക്കുന്നു. ഇനി ഞാന് ഈ തളിപ്പറമ്പിലെ ടൗൺ സ്ക്വയറിൽ കൂടിയ ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഇനി കണ്ടോളണമെന്നില്ല. പക്ഷെ സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടേ പോകുന്നു എന്ന ഖുർആനിക പരാമർശത്തിൽ എന്ത് സയന്റിഫിക് ബ്ലണ്ടർ ആണുള്ളത് എന്ന് നിങ്ങളോട് ചോദിക്കുക. എന്തേ നിങ്ങളോട് ചോദിക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ലോകത്തിന് ഈ സയൻസ് കണ്ടെത്താണ്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. ഞാൻ സയൻസ് അധ്യാപനല്ല, ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് വെറുതെ കോടി ചെലവാക്കണ്ട. മുസ്ലിങ്ങളോട് ഇടക്ക് ചോദിക്കേണ്ട ചില ചോദ്യമുണ്ട് ശാസ്ത്രജ്ഞന്മാര്. ഞങ്ങൾക്ക് പണി എളുപ്പാ. അതിന് ലളിതമായൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താ പറയുക നിങ്ങള്? ഞാൻ നിങ്ങളോട് ചോദിക്കാം, 6:30 ഉദയം. എത്ര? സൂര്യന്റെ ഉദയ ടൈം എത്ര? 6:30. 6:29 ഉദിച്ചിട്ടുണ്ടോ സൂര്യൻ എപ്പോഴെങ്കിലും? 1 മിനിറ്റ് നേരത്തെ ഉദിച്ചു. ഉണ്ടായോ? ഇല്ല. 1 മിനിറ്റ് കഴിഞ്ഞു, സൂര്യൻ ഉദിക്കില്ല. 2 മിനിറ്റ് കഴിഞ്ഞു, സൂര്യൻ ഉദിക്കില്ല. 5 മണിക്കൂർ കഴിഞ്ഞു, സൂര്യൻ ഉദിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. വിശുദ്ധ ഖുർആൻ സൂര്യൻ അതിന്റെ നിശ്ചിത പദമേഖലകളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് ഖുർആൻ പറയാണ്. സൂര്യൻ അതിന്റെ നിശ്ചിത പദമേഖലകളിലൂടെ ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുന്നു എന്ന് ഖുർആൻ പറയാം. ഒന്ന് നല്ലോണം കേൾക്കണേ. ചിന്ത എവിടെയും പതറിപ്പോരുത്, കേട്ടോളണം. 1450 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം എന്താ പറയുന്നത്? ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസം ഉണ്ടാവില്ല സൂര്യന്റെ കാര്യത്തിൽ. അത് അതുപോലെ 1450 വർഷം കഴിഞ്ഞിട്ടും തുടരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലളിതമായ ഒരു വിവരണം കൂടെ തരാം എല്ലാവർക്കും. ഞാൻ ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു കാര്യം പറയാണ്. 1400 വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ തുടരുന്നും പറയാണ്. ഞാനൊക്കെ മരിച്ചിട്ട് 1400 വർഷം കഴിഞ്ഞിട്ടും അത് അതുപോലെ തുടരുന്നുണ്ടെങ്കിൽ ഞാൻ ആരാ സുഹൃത്തുക്കളെ? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം, തേനീച്ചയും തേനും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? തേനീച്ചയും തേനും അറിയാത്ത ആരെങ്കിലും? തേനീച്ചയെ കുറിച്ചും തേനിനെ കുറിച്ചും പശുവിനെ കുറിച്ചും പാലിനെ കുറിച്ചും അറിയാത്ത ആരുണ്ടോ? പാലിനെ കുറിച്ച് ഖുർആന്റെ പ്രയോഗം എന്താ? പാലിനെ കുറിച്ച്, പശുവും ആടും ഒട്ടകമൊക്കെ ചുരത്തണ പാലിനെ കുറിച്ച് ഖുർആൻ എന്താ പറയണേ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഖുർആൻ എന്ന അത്ഭുതം, ഖുർആൻ എക്സ്പോ, അതൊന്ന് ചിന്തിക്കാനാ പറയണേ. ഖുർആൻ പറയണ കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പാനം ചെയ്യാനുള്ള ശുദ്ധമായ പാല് നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഖുർആൻ പാലിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാല് എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ തേനിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞേ? ഞാനിവിടെ സയൻസ് പഠിച്ചോണ്ട് വന്നോളി, 10 മിനിറ്റ് വാദപ്രതിവാദം വെച്ചോളി ഇക്കാര്യത്തില്. ഞാൻ എന്തിനാ എങ്ങനെ പറയുന്നറിയോ? സത്യം ലോകത്തുണ്ടായിട്ട് അത് കണ്ടെത്താതെ പോകരുത്. അത് കാണാനുള്ള കണ്ണുണ്ടാകണം, അത് തൊട്ടറിയാനുള്ള ഹൃദയം ഉണ്ടാകണം, അതിന്റെ ആത്മാവിനെ തൊട്ടറിയാനുള്ള ഹൃദയം ഉണ്ടാകണം. അതില്ലെങ്കിൽ വലിയ പ്രശ്ന. നിങ്ങൾക്ക് അമേരിക്ക എന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടാ പലർക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സയൻസ് അതെന്താ? തേനിനെ കുറിച്ചുള്ള സയൻസ് എന്താ അറിയുന്നത്? തേനിനെ കുറിച്ച് അമേരിക്കൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ അയാൾ തേനിനെ കുറിച്ച് പഠനം നടത്തി, പാലിനെ കുറിച്ച് പഠനം നടത്തി. ബ്രോങ്കൈറ്റിസ്, അതുപോലെ നമ്മള് ന്യൂമോണിയ തുടങ്ങി രോഗം വരുത്തുന്ന രോഗാണുക്കള്, ഈ രോഗാണുക്കളെ പാലിൽ നിക്ഷേപിച്ചു. ആര്? അമേരിക്കൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ സയൻസ് അധ്യാപകൻ. എന്താണ് ചെയ്യണത്? പാലിൽ മാരക രോഗകാരണമായ രോഗാണുക്കളെ നിക്ഷേപിക്കുന്നു. എന്നിട്ട് 4-5 ദിവസം അദ്ദേഹം പഠനം നടത്തുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പാലിൽ രോഗാണുക്കൾ വളരുന്നു. പശുവിന്റെ പാലിൽ രോഗാണുക്കൾ വളരുന്നു. അങ്ങനെ അദ്ദേഹം തേനിലേക്ക് ഈ മുഴുവൻ രോഗാണുക്കളെയും തേനിൽ നിക്ഷേപിച്ചു. ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു മതപ്രബോധകന്റെ മതാന്തതയല്ല ഈ പറയണേ.
സയൻസ് രേഖപ്പെടുത്തിയ സോളിഡ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ്. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. എവിടെ? ബ്രിങ് ദ എവിഡൻസ്. എവിടെയോ തെളിവ് എന്ന് വെച്ചാൽ തെളിവാ പറയണേ. സൈറ്റിൽ കയറി തേനിനെ കുറിച്ച് പരിശോധിച്ചോ? സോമർ ഡാം എന്ന ശാസ്ത്രകാരനെ പരിശോധിച്ചോ? ഇനി ഞാൻ പറയണൊന്ന് ശ്രദ്ധിച്ചേ. തേനിൽ എല്ലാ മാരകശേഷിയുള്ള രോഗാണുക്കളെയും തേനിൽ നിക്ഷേപിച്ചു. തേനിൽ നിക്ഷേപിച്ച് 4-5 ദിവസം കഴിഞ്ഞപ്പോ തേൻ പരിശോധിച്ചു നോക്കിയപ്പോ എല്ലാ മാരക രോഗാണുക്കളും തേനിൽ ചത്തൊടുങ്ങി ചമ്പലായി. ഇനി ഖുർആനിലേക്ക് വാ, ഇനി വിശുദ്ധ ഖുർആനിലേക്ക് വാ. മോഡേൺ സയൻസ് കണ്ടെത്തിയ പഠന റിപ്പോർട്ടിനെ മുന്നോട്ട് വെച്ച് വാ അള്ളാന്റെ ഗ്രന്ഥത്തിലേക്ക്. മാധവ, സുരേന്ദ്ര, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ ഗ്രന്ഥത്തിലേക്ക് വാ. ആ ഗ്രന്ഥത്തിന്റെ മഹത്വത്തിലേക്ക് വാ. ബാലചന്ദ്രനെയും സുരേന്ദ്രനെയും കാർൽ മാക്സിനെയും മെങ്കൽസിനെയും ലെനിനെയും മുസോളിനിയെയും സമർത്ഥനായ സീസറെയും പ്രസിദ്ധനായ ഹോമറെയും സൃഷ്ടിച്ച നെതന്യാഹുവിനെയും അതുപോലെ രാഹുൽ സാങ്കൃത്യായനെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ വിശുദ്ധ ഖുർആനിൽ തേനിനെ കുറിച്ച് പറഞ്ഞു. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹൽ, തേനീച്ച, അതിൽ 68-69 വചനത്തിൽ എന്താ പറയണറിയോ? പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കണ എന്ന സത്യം, പെൺതേനീച്ചയാണ് തേൻ ശേഖരിക്കുന്ന സത്യം. 50 ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്ന് 1/2 ലിറ്റർ തേൻ ശേഖരിക്കുന്നത് ആണുങ്ങളല്ല, പെൺതേനീച്ചയാണ് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് 1878-ലെങ്ങാനാണ് സോമർ ഡാം എന്ന് പറയുന്ന ശാസ്ത്രകാരൻ പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത്, പെൺതേനീച്ചയാണ് അധ്വാനിക്കുന്നത്, പെൺതേനീച്ചയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മോഡേൺ സയൻസ് കണ്ടെത്തി. 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറയാ പെൺതേനീച്ചയാണ് അതൊക്കെ ചെയ്യുന്നത്. അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ അത് പറയാൻ കഴിയില്ല. ഇനി തേനിനെ കുറിച്ച് ഖുർആൻ എന്താ പറയണേ? തേനിനെ കുറിച്ച് എന്താ പറയണേ? ഫീഹി ശിഫാഉൽ ലിന്നാസ്, ജനങ്ങൾക്ക് ശമന ഔഷധമാണത്, ഔഷധമാണ്, രോഗത്തെ മാറ്റുന്നതാണ്. ഏത് പ്രതിസന്ധിക്കും തേന് പരിഹാര. പരിശോധിച്ചോ? ലോകത്ത് തേൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. 14 നൂറ്റാണ്ട് മുമ്പ് തേനീച്ചയെ കുറിച്ചും തേനിനെ കുറിച്ചും തേനിന്റെ ഔഷധത്തെ കുറിച്ചും അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ട് മോഡേൺ സയൻസ് ഇന്നും അത് തെളിയിച്ച് അത് വിശ്വസിക്കാൻ ഇവിടെ ആളുകളുണ്ട്. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാലോ അവിശ്വസിക്കാൻ ഇവിടെ ആളുകളില്ല. മാത്രമല്ല ഞാന് നിങ്ങളോട് തുറന്നു പറയാണ്, അതായത് ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. അതെല്ലാം പറയാൻ ഞാൻ അശക്തനാണ്. കാരണം എനിക്ക് വളരെ ദൂരം ഒരു യാത്ര പോകാനുണ്ട്. നാളെ വളരെ പ്രസിദ്ധമായ ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു സമ്മേളനം ഉള്ളത് കൊണ്ട് ഞാൻ 8 മണിക്ക് പോകും. പക്ഷെ CP സലീം ഖാൻ നിങ്ങളോട് പ്രസംഗിക്കും. CP സലീം ഖാൻ നിങ്ങളോട് ഇസ്ലാം തീവ്രവാദത്തെ അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ലേ, ഭീകരവാദത്തെ അനുകൂലിച്ചിട്ടുണ്ടോ ഇല്ലേ, ഇസ്ലാം ISIS-നോടുള്ള നിലപാടെന്താണ്, ISS-നോടുള്ള നിലപാടെന്താണ്, RSS-നോടുള്ള നിലപാടെന്താണ്, ലോകത്തെ ഏത് മത തീവ്രവാദത്തോടും അതിന്റെ നിലപാടെന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് CP സലീം ഖാൻ വിശദീകരിക്കും. ഞങ്ങളോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ വായിക്കണം. ഞങ്ങൾ പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് ദാ നോക്കിയേ, ഇവിടെ നോക്കിയേ, വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് മനുഷ്യത്വത്തിനെതിരായി ഒരു വാചകം നോക്ക്. എന്റെ വെല്ലുവിളി എന്താന്ന് ഒന്നുകൂടെ കേട്ടോ. മനുഷ്യത്വത്തിനെതിരായി ഖുർആനിൽ നിന്നൊരു വാചകം ന്യായമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഇസ്ലാമിന് വേണ്ടി ഇനി മരിക്കുന്നവരെ ഞാൻ പ്രസംഗിക്കില്ല. ഷുവർ, അത്ര ഉറപ്പിലാ പറയുന്നത്. പക്ഷേ ഖുർആൻ വായിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നു. വായിക്കാൻ നിങ്ങൾ എന്തേ വായിച്ചുള്ളൂ? യുക്തിവാദിക്ക് വിമർശിക്കാൻ വേണ്ട ഭാഗം മാത്രവും വായിച്ചിട്ടുള്ളൂ. അത് പൂർവ്വകാല യുക്തിവാദികൾ വാരി ഛർദിച്ചതിനെ വീണ്ടും മിണുങ്ങുക, ഓൻ വാരി ഛർദിച്ചതിനെ മറ്റോ മിണുങ്ങുക. അതിന്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞുതരാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന് തെളിവാണല്ലോ. യു കലാനാഥൻ എന്ന് ജീവിച്ചിരിപ്പുണ്ട്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം ബർസഖ് എന്ന അറബി പദത്തെ ബുർസഖ് എന്ന് എഴുതി. 25 കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പർ അത് തന്നെയാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അന്ന് മനസ്സിലാക്കിയ പൊട്ടത്തരം ഇപ്പോഴും 25 കൊല്ലം കഴിഞ്ഞും വിളിച്ചറിയാം. അതിന്റെ അടുക്ക നോക്കാൻ പോലുള്ള സന്മനസ് വലിയ യുക്തിവാദിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എല്ലാരും പടച്ചോനെ കൊള്ളയും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. തുറന്നു പറയട്ടോ, ശുദ്ധ ഹൃദയം കൊണ്ട് പറയണം. ഇപ്പൊ ഈ സ്റ്റേജിൽ ഒരു നിരീശ്വരവാദി ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു യുക്തിവാദി ഓമ്പടെ കയറിയിട്ട് മൈക്ക് പ്രസംഗിക്കണത് അല്ലല്ല, പ്രവാചകന്മാരില്ല, വേദഗ്രന്ഥല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല, ഒന്നുമില്ല. അപ്പൊ അവിടുന്ന് ഒരു കുട്ടി എണീറ്റ് ചോദിച്ചു, അങ്ങനാണെങ്കിൽ ദുനിയാവിൽ മാത്രമേ ജീവിതമുള്ളൂ? എങ്കിൽ സർവതന്ത്ര ചെറ്റയായി ജീവിച്ച എന്താണെന്ന് അവനോടൊന്ന് ചോദിച്ചു നോക്കിയേ.
ഒരു പെണ്ണിനെ പിടിക്കാൻ കിട്ടിയ പിടിച്ചാൽ എന്താ, കള്ളു കുടിക്കാൻ കിട്ടിയ കുടിച്ചാൽ എന്താ, അന്യന്റെ സമ്പത്ത് കൊള്ള ചെയ്യാൻ കിട്ടിയ കൊള്ള ചെയ്താൽ എന്താ, നിങ്ങൾക്ക് എന്തു പറയാണ്ടെന്ന് ബബ്ബേ അടിച്ച് നിൽക്കേണ്ടി വരും. ഇനി KN കുഞ്ഞാമത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണോ? നിങ്ങൾ എന്റെ കൂടെ വരുമോ? കയ്യും പിടിച്ച് നിങ്ങളെ കൊണ്ടുപോകാ KN കുഞ്ഞാമതിന് ഇപ്പം മതത്തോടുള്ള സമീപനം എന്താ? മതം തരക്കേടില്ല, ദൈവവിശ്വാസം തരക്കേടില്ല, അതിനെ മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയും. KN കുഞ്ഞാമത് മരിച്ച ആളൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എന്റെ കൂടെ പോരാലോ? KN കുഞ്ഞാമത് പറയാണ്, KN കുഞ്ഞാമ്മന്റെ മകൻ അപകടത്തിൽ പറ്റി, ആക്സിഡന്റ് പറ്റി. KN കുഞ്ഞാമത് ജീവിച്ചിട്ടുള്ള ഒരാളെ കുറിച്ചാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. KN കുഞ്ഞാമത് KT സൂപ്പി മാഷ് എന്നൊരു മാഷില്ലായിരുന്നോ? KT സൂപ്പി മാഷയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചില്ലേ? KT സൂപ്പി മാഷയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോ KN കുഞ്ഞാമത് പറയാണ്, KT സൂപ്പി മാഷ കണ്ടപ്പോ എനിക്ക് എന്തു പറയണം എന്നറിയില്ല. ഞാൻ എന്തു പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു വല്ലാത്ത പ്രതിസന്ധിയാ എനിക്ക്. പടച്ചോന്റെ വിധി എന്ന് പറയാനോ, പരലോകത്ത് മോനെ കാണാന്ന് പറയാനോ മാത്രമല്ല. KN കുഞ്ഞാമത് അതിൽ എഴുതിയ വാചകം എന്താ അറിയുന്നത്? KT സൂപ്പി മാഷ് എന്നോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ വെച്ച് എന്റെ മോനെ കാണും. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, ഞാൻ എന്താ പറയാ? എന്നിട്ട് അദ്ദേഹം തൊട്ട് താഴെ എഴുതുകയാണ്, എന്റെ മകൻ ആക്സിഡന്റ് പറ്റി മരണവക്രത്ത് കിടന്നപ്പോ ദൈവവിശ്വാസികൾ വരുമ്പോ എനിക്ക് ഭയങ്കര ആശ്വാസ. നിരീശ്വരവാദികൾ വരുമ്പോ എന്താ, ഉണ്ടക്കണ്ണും പിരിച്ച് ഇങ്ങനെ നോക്കി നിന്ന് പോവുക പോലെ. എന്താ പറയാ ആ നിരീശ്വരവാദിയോട് എന്താ പറയാ? പടച്ചോന്റെ വിധിയെന്നോ, ക്ഷമിക്കാന്നോ? പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചവരാണെന്നോ? ക്ഷമിക്ക് കൂലി ഉണ്ട് എന്നോ? എന്താ പറയാ? അതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞു തരട്ടെ. അലക്സാണ്ടർ ബെക്കിന്റെ സ്വകാര്യ കൃതികളിൽ കാർൽ മാർക്സിനെ കുറിച്ചും എഗൽസിനെ കുറിച്ചും ലെനിനെ കുറിച്ചും ചില സ്വകാര്യങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലായിട്ടോ? കാർൽ മാർക്സിന് ഒരു മോനുണ്ടായിരുന്നു, 8 വയസ്സുകാരൻ മുഷ്. കേട്ടിട്ടുണ്ടാവും എല്ലാവരും. കാർൽ മാർക്സിന് ഇത്ര ഇഷ്ടമല്ലായിരുന്നു ഒരു കുട്ടി വേറെ ഉണ്ടായിട്ടില്ല. ആ മകന്റെ മരണം നടന്നപ്പോ എംഗൽസിന് ഒരു കത്തെഴുതി കാർൽ മാർക്സ്. എന്താ കത്തെഴുതി അറിയോ? എഗൽസ്, എനിക്ക് സഹിക്കാൻ വയ്യടോ, ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ജൂതനാണോ ഞാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ വയ്യ, എന്റെ മുന്റെ വേർപാട് എനിക്ക് സഹിക്കാൻ വയ്യ. ചരിത്രം രേഖപ്പെടുത്തുന്ന എന്താ അറിയുന്നത്? കാർൽ മാർക്സ് മകന്റെ മയ്യത്ത് കബറടക്കുന്നിടത്ത് വന്നിട്ടേ അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്താളോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ആളുകൾ ഇങ്ങനെ നിന്നു. ഈ ചരിത്രം ആരും വായിച്ചിട്ടില്ലല്ലോ. VI ലെനിൻ, ലോകം കണ്ട മഹാവിപ്ലവകാരി, ആർത്തിരമ്പുന്ന സാഗരങ്ങളിൽ കൊമ്പൻ സ്രാവിറക്കി വിപ്ലവം കാണിച്ചു എന്ന് പറഞ്ഞ ചെഗുവേര പ്രത്യയ ശാസ്ത്രത്തിന്റെ ആചാര്യന്മാർ. അവിടെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, VI ലെനിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വാതരോഗം വന്ന് ഞാൻ തളർന്നു. എന്നിട്ട് അദ്ദേഹം ജോസഫ് സ്റ്റാലിന് കത്തെഴുതി, സ്റ്റാലിൻ, എന്റെ കൈകൾ ശരീരം തളർന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച കൂടി പോയാൽ ഞാൻ സൈനൈഡ് കുഴിച്ച് ആത്മഹത്യ ചെയ്ത് കളയും. ഇസ്ലാം മനുഷ്യനെ ജീവിക്കാൻ ത്രാണി ഉണ്ടാക്കി. ആത്മാർത്ഥമായി ഞാൻ സത്യത്തോടു കൂടി ഒന്ന് ചോദിച്ചോട്ടെ, ലോകത്ത് ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ ജനപദം ഏതാ? ലോകത്തെ ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ ജനപദം മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട്? പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഇസ്ലാം പരാജയപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ഏറ്റവും കുറവ്, മലപ്പുറം ജില്ലയിൽ വൃദ്ധസദന ഏറ്റവും കുറവ്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചു എന്നുള്ളത് ഇതൊന്നും ഇല്ലാതാവൂലല്ലോ. ഇനി ചിന്തിച്ചു കൊള്ളുക ജീവിതത്തിന്റെ അർത്ഥം എന്തേ എന്ന്. ഞാൻ പലപ്പോഴും വിചാരിച്ചു, ഒരുപാട് എയർപോർട്ടുകളിൽ യാത്ര പോകുന്ന ഒരാളാണ് ഞാൻ പല എയർപോർട്ടുകളിലും നോക്കും, ഏതെങ്കിലും ഒരു എഞ്ചിനീയറായ പോത്ത് പാസ്പോർട്ട് ആയിട്ട് കാത്തിക്കുണ്ടോന്ന്, സ്വന്തം മക്കളെ പോറ്റാൻ. ഏതെങ്കിലും ഒരു കാള, ഏതെങ്കിലും ഒരു പശു, ഇല്ല പട്ടി 8 പറ്റൂ. LKG UKG ചേർത്തിട്ടില്ല, ഉണ്ടോ? LKG UKG SLCയും +2 ഡിഗ്രിയും BBA കോഴ്സും MBA കോഴ്സും എഞ്ചിനീയറിംഗ് കോഴ്സും ഒക്കെ ചെയ്ത ഈ മനുഷ്യൻ നാക്കാലികളെ പോലെ ചത്ത് മണ്ണിന്റെ ഭാഗമാകും എന്ന് പറയുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കളെ. ഇല്ല, ഈ മനുഷ്യൻ മണ്ണിന്റെ ഭാഗമാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എങ്കിൽ ഇത്ര ഹതഭാഗ്യനായ ഒരു ജന്മം മനുഷ്യനെ പോലെ വേറെ ഏതാ ഉള്ളത് ഭൂമുഖത്ത്? മനുഷ്യനെ പോലെ ഇത്ര ഹതഭാഗ്യന. ഞാൻ ആലോചിക്കാം, ഇന്നലെ എന്റെ നാസർക്ക കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ചിന്തിച്ചൊരു പോയിന്റ്, പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സ്വന്തം മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കത്തിയിട്ടേ വരുന്നത്. എന്തൊക്കെ മുഷിപ്പ! ഒരു നായ ഒരു പട്ടിക്ക് 8 പറ്റാൽ കല്യാണത്തിന്റെ ലെറ്റർ ഉണ്ടാക്കിണ്ടോ? അത് ഇല്ല. എന്റെ മോള് പട്ടി സുമതി കല്യാണം കഴിക്കാൻ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? സ്ത്രീധനുണ്ടോ? ഇല്ല. പിതാരക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സവിരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയുടെ 9-ാം അധ്യായം 3-ാമത്തെ ശ്ലോക. ഭർത്താവിന്റെ സംരക്ഷിത കൈയുണ്ട് ആ പെണ്ണ്.
നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും ജന്തുവിന് കല്യാണോ? ഇല്ല. ഓൽക്കുണ്ടോ മണിയറ? ഇല്ല. അപ്പൊ മണിയറ ഉള്ളവരും മണിയറ ഒരുക്കിയവരും കല്യാണം കഴിച്ചവരും ഈ നായും പന്നിയൊക്കെ ചത്ത ഒരേപോലെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, കുറച്ച് പ്രശ്ന. ഇനി ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്തേലും തെളിവുണ്ടോ? ഞാൻ പറയുന്നത് സോളിഡ് എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് പടുതരാം. ഞാനും നിങ്ങളുണ്ട് എന്നുള്ളതിന്റെ തെളിവ് അത് തന്നെ. ഞാനും നിങ്ങളുണ്ടോ? ഇത് സത്യമാണോ? എങ്കിൽ അത് തന്നെ തെളിവ്. എന്റെ ബാലേന്ദ്ര 42 വയസ്സാ നിനക്ക്. 42 വയസ്സിന് മുമ്പ് നീ എവിടെയായിരുന്നു? ബാലേന്ദ്ര? നോക്കേ, ഒരു പുരുഷ